ചെറിയ നാൾ തൊട്ട് വളരെ ആകാംക്ഷയോടെ കണ്ടിരുന്ന ഒരു ചടങ്ങാണ് കടമനിട്ട ഭഗവതി ക്ഷേത്രത്തിൽ പടയണി തുടങ്ങുന്നതിൻ്റെ മുഖ്യ ചടങ്ങായ വിഷു 1 ചൂട്ടുകറ്റയിൽ ശ്രീകോവിലിൽ നിന്നും തെളിയിച്ച അഗ്നി കളത്തിൽ പടയണിയാശാൻ കൊണ്ടുവച്ച് പച്ചത്തപ്പ് കൊട്ടുന്ന ചടങ്ങ്. അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നറിയാമോ? അതായത് ശ്രീകോവിലിനുള്ളിലെ ദേവിയെ ചൂട്ടുകറ്റയിൽ തെളിച്ച് കളത്തിന് നടുക്കുകൊണ്ടിരുത്തുന്നു. അതായത് 1-ാം ദിവസം മുതൽ വലിയ പടയണി വരെ കളത്തിലാണ് ദേവിയുടെ സാന്നിധ്യം. അമ്മ ആണ് കാഴ്ചക്കാരി. അമ്മയുടെ കൂടെ തന്നെ കൂളികളും ഭൂതഗണങ്ങളും എല്ലാം ചുറ്റിനും നിന്ന് ഈ പടയണി, അതായത് ഈ കാലവഴിപാട് കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ പിന്നിലെ അർത്ഥം. അപ്പോൾ അതിനെ ഒന്ന് വരച്ചു നോക്കാമെന്ന് കരുതി. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 8-ാം പടയണിക്ക് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണ സാറിൻ്റെ ഒരു വാചകം മനസ്സിനകത്തുണ്ടായിരുന്നു. കാതിലാനയുമുണ്ട് കേസരിയോ. അതായത് ഒരു കാതിൽ ആനയും മറ്റേ കാതിൽ സിംഹവും ഉള്ള ഒരു രൂപമാണ് അമ്മയുടേത്. അപ്പോൾ അതെത്ര അവർണ്ണനീയമായ ഒരു രൂപമായിരിക്കും എന്ന് സാറ് ചോദിക്കുമ്പോൾ മനസ്സിലെ ആ ഒരു ഭാവനയോടൊപ്പം ഞാൻ ഈ പടത്തിലും കാതിൽ സിംഹത്തിനെയും ആനയും കൂടെ ഒന്ന് വരച്ചു ചേർത്ത് ഒന്ന് നോക്കുകയാണ്. പക്ഷേ ഈ ക്യാൻവാസ് തികയുന്നില്ല എങ്കിലും ഞാനത് അതിലങ്ങ് ഒപ്പിച്ചു. കടമനിട്ട ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ പടയണി നാളിൽ ഭഗവതിയും ഭൂതഗണങ്ങളും കൂളികളും എല്ലാവരും വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലുമൊക്കെ ഇരുന്നുകൊണ്ട് പടയണി വീക്ഷിക്കുന്നതായിട്ട് ഒന്ന് വരച്ചു നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ പറയുമല്ലോ അല്ലേ? ഭഗവതിയേ